ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രയുടെ ബർത്ത്ഡേ ഒക്കെ നമ്മുടെ ആരും നല്ല രഹസ്യമായി പറയാതെ പരസ്യമായി നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെങ്കിലോ നമ്മുടെ ഗോമതി അമ്പലനടയിൽ പോയിരുന്ന് തൻ്റെ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ വീട്ടിലെ രാജാവായിരുന്നു അവൻ തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞ് കുടുംബത്തെ ദേവനായിരുന്നു ആര്യൻ, ഇതെല്ലാം പറഞ്ഞിങ്ങനെ ഭഗവാന്റെ മുന്നിൽ നിന്ന് പരാതിയുടെ ഒരു ഘോഷയാത്ര തന്നെ ഇറക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനു, ഇത് പ്രാർത്ഥനയല്ല, ഞാൻ ദൈവത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതാണെന്നൊക്കെ പറയുവാണ് നമ്മുടെ മിത്ര. എന്തിനാ ദൈവം എന്നോട് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് അറിയണമെന്നൊക്കെ പറയുമ്പം അമ്മ ഇങ്ങനെയൊന്നും പറയില്ല, ആൾക്കാർ നോക്കുന്നു, അമ്മ വാ നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി ഇരിക്കും അവിടെ. അപ്പോൾ ഒരു സ്വാമി തൊട്ടരികിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ എന്താ അമ്മ വാമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനും ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനിവിടെ ഇരിക്കാൻ പോകാമെന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് ഇരിക്കുന്നു. തൊട്ടരികിൽ ഒരു മുനിവരിനെ പോലെ ഒരാൾ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടേ. അപ്പോൾ എൻ്റെ വിഷമങ്ങൾക്ക് പരിഹാരം തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുമെന്നും പറഞ്ഞാൽ നമ്മുടെ ഗോമതി ഇരിക്കുന്നത്. തപസ് ചെയ്യുന്നവരുടെ മുന്നിലേക്ക് ദൈവം വരുമല്ലോ, ദൈവം വരട്ടെ, എനിക്ക് ദൈവത്തെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി ഇരിക്കുക. ദൈവത്തെ കാണാൻ അവനവൻ്റെ തന്നെ ഉള്ളിലേക്ക് നോക്കിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ആ സ്വാമി അന്നേരം പറയാം, അവിടെ കാണാം ദൈവങ്ങളെ ഒക്കെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ സ്വാമി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ മനസ്സിന് സമാധാനം ഇല്ലല്ലേ എന്ന് ആ സ്വാമി ചോദിച്ചേ. ഇതാരാ എന്നും മീനുവിനെ കണ്ട് ചോദിച്ചപ്പം ഇത് എൻ്റെ മകൻ്റെ ഭാര്യ മരുമകളാണെന്ന് പറഞ്ഞു. ഇങ്ങനെയൊരു മരുമകൾ അമ്മായിമ്മയുടെ കൂടെയുള്ളപ്പോൾ പിന്നെ വിഷമിക്കുന്നത് എന്തിനാ എന്ന് അമ്മ ചോദിച്ചു, ആ സ്വാമി ചോദിച്ചു. അപ്പോൾ ഈ മകൾ എൻ്റെ ധൈര്യവും സന്തോഷവും ഒക്കെ, പക്ഷേ അച്ഛനും മോനും കാരണം സന്തോഷം ഇല്ലാണ്ടാവുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഗോമതി നോക്കുക. അവരുടെ ഇഷ്ടതർക്കങ്ങൾക്കിടയിൽപ്പെട്ട് ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടല്ലേ എന്ന് സ്വാമി ചോദിച്ചപ്പം അത് അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു ഗോമതി. അറിയാം, എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞു. അപ്പം അച്ഛനും മകനും തമ്മിൽ വലിയ അകൽച്ചയിലാണ് സ്വാമി എന്ന് പറയുമ്പോൾ ഏതച്ഛനും മകനും എന്നാ സ്വാമി ചോദിച്ചു. എൻ്റെ ഭർത്താവും അതുപോലെ എൻ്റെ മകനും ആര്യനും ആണെന്ന്. അവൻ അച്ഛനും മോനും തന്നെയാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഇവരിങ്ങനെ നോക്കുക കേട്ടോ, ഞെട്ടലോടെ ഇങ്ങനെ നോക്കുക. കാരണം ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ സ്വാമീനെ അങ്ങനെ പറഞ്ഞേ, അവർ അച്ഛനും മകനും തന്നെയാണോ എന്ന്. അപ്പം അതെ സ്വാമി, അതെ. സ്വാമി എന്താ അങ്ങനെ ചോദിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ല സ്വാമി അങ്ങനെ ചോദിച്ചതല്ല, എന്താ ഉള്ളിൽ വെച്ചിട്ടാ പറഞ്ഞത്. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞതാ, അത് വിട്ടേക്കാൻ പറഞ്ഞു സ്വാമി. എനിക്ക് എപ്പോഴാ ഒരു ശാന്തത കിട്ടുക, അതിന് അകന്നു നിൽക്കുന്നവർ തന്നെ വിചാരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആര്യൻ ബാലൻ്റെ മകനല്ല എന്നുള്ളൊരു സത്യം ഗോമതി അറിഞ്ഞ് ഞെട്ടുക കേട്ടോ. അപ്പം അകന്നു നിൽക്കുന്നവർ തന്നെ കാണിക്കട്ടെ. നിങ്ങളുടെ മുഖശാസ്ത്രം വെച്ച് പറയുകയാണെങ്കിൽ ഇനിയും കരയാൻ യോഗം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അയ്യോ അതെന്താ സ്വാമി അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു മീനും. മനസ്സൊരൽപ്പം കട്ടിയാക്കിക്കൊള്ളുക, കുറച്ച് കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാമി ഒരാശ്വാസത്തിന് വേണ്ടിയാ ഞാൻ അമ്പലത്തിലേക്ക് വന്നത്, പക്ഷെ കൂടുതൽ ഭാരമായിട്ടാണ് ഞാൻ തിരികെ വീട്ടിലേക്ക് പോകുന്നതെന്നൊക്കെ നമ്മുടെ ഗോമതി പറയുക കേട്ടോ. ആദ്യം സ്വാമി ചോദിച്ചു എൻ്റെ ഭർത്താവും മകനും യഥാർത്ഥത്തിൽ അച്ഛനും മകനും ആണോ എന്നുള്ളത്. ഇപ്പം പറയുന്നു കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്ന്. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോഴേ ഒരു സന്തോഷം നിങ്ങളെ തേടി വരും, അതും ഞാൻ തന്നെ അറിയിക്കും എന്ന് നമ്മുടെ സ്വാമി പറയാം. എന്തായാലും നിങ്ങളിപ്പോൾ പോയിക്കോളാൻ പറഞ്ഞു. പ്രശ്നങ്ങൾ വന്നാൽ അത് നേരിടാൻ തയ്യാറെടുക്കുകയാണ് വേണ്ടത്, സന്തോഷത്തെ സ്വീകരിക്കാനും ഒരുങ്ങുക എന്നും പറഞ്ഞു. അപ്പോൾ ഗോമതി മീനാക്ഷി എന്നും പറഞ്ഞ് അവിടുന്ന് വിളിച്ചു. അവരങ്ങോട്ട് പോയി പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ പോരുക. അപ്പോഴേക്കും എന്താ സ്വാമിജി അങ്ങനെ പറഞ്ഞത് മോളെ, എനിക്ക് ആകെ പേടിയാവുകയാണെന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനുവിനോട് ഗോമതി ഇങ്ങനെ പറയുമ്പം അമ്പലത്തിൽ വരുന്ന മിക്ക ഭക്തർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണും, അതിനെ പറ്റിയാ ഇതിനിയും പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്, അമ്മ വേറെ ഒന്നും വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല അച്ഛനും മകനും തന്നെയാണോ എന്ന് ആ സ്വാമി ചോദിച്ചത് കേട്ടില്ലേ അവരെ തമ്മിൽ അകന്നിരിക്കല്ലേ, വഴക്കൊക്കെ ഉണ്ടാകുമല്ലോ, എല്ലാം കൂടി സൂചിപ്പിച്ച ആ സിദ്ധൻ സ്വാമി അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മോള് പറ, ആര്യനും ബാലേട്ടനും തമ്മിലുള്ള മത്സരം അത് അവസാനിക്കുമോ? നീ പറഞ്ഞു, എനിക്ക് വിശ്വാസമാണ്. ആര്യൻ വീട്ടിലേക്ക് തിരികെ എത്തുമോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ആര്യൻ തിരിച്ചു വരും, അത് 100% ഉറപ്പാണ്. ആര്യനെ പോലെ അച്ഛനെ സ്നേഹിക്കുന്ന ഒരാളില്ല അതേപോലെ തന്നെ തിരിച്ചു അതങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനെ അവർ തമ്മിൽ എവിടെയെങ്കിലും വെച്ചൊന്ന് തമ്മിൽ കണ്ടിരുന്നെങ്കിലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി ദൈവത്തിനോട് ഇങ്ങനെ ആ കാര്യമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക.
ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ ബാലൻ അതുവഴി വന്നു. ബാലൻ നോക്കുമ്പോൾ പെരുവഴിയിലിരുന്ന് നമ്മുടെ ആര്യൻ ഇങ്ങനെ ചോറും കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിരിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ബാലന് ശരിക്കും സഹിച്ചില്ല കേട്ടോ. ബാലന് ശരിക്കും സങ്കടമായി. അപ്പോൾ ആരും അറിയാത്ത എന്തോ ഒരു ദുരൂഹത ഇതിനിടയിൽ ഉണ്ടെന്നുള്ള കാര്യം ആ സ്വാമിജി പറഞ്ഞതിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എന്നിട്ട് ആര്യൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് ചെന്നു. അച്ഛനെ കണ്ടപ്പോഴത്തേക്കും വേഗം തന്നെ കഴിച്ചാലെടുത്ത് മാറ്റിയിട്ട് എന്ന് കൈയൊക്കെ കഴുകി നമ്മുടെ ആര്യൻ എഴുന്നേറ്റു. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയത് നീയാണല്ലേ എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ ആര്യനോട് ചോദിക്കുമ്പോൾ എന്താ ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞു ആര്യൻ. നീ വ്യക്തമായി അത് കേട്ടു എന്ന് എനിക്കറിയാം. എന്നെ ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുപോയത് നീയാണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നു? ആര് കൊണ്ടുപോയെന്ന്? രാവിലെ മുതൽ പാതിരാത്രി വരെ ജോലിയാണ്. അതിനിടയിൽ എന്നെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല, പിന്നെയല്ലേ മറ്റാരെങ്കിലും കൊണ്ടുപോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആരും പറയും കേട്ടോ. പിന്നെ കാലിൽ ചെരുപ്പിടാതെ നടക്കുന്നവരെ കാണുമ്പം ഏതു പാമ്പിനും ഒന്ന് കടിക്കാൻ തോന്നും എന്ന്. ഓ അങ്ങനെ അങ്ങനെ തന്നെയാ നമ്മുടെ ആര്യൻ അന്നേരം ബാലനോട് പറയുന്നു. ഇന്നലെ എന്നെ രക്ഷിച്ച ചെറുപ്പക്കാരനെ ഞാൻ വീട്ടിൽ വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? പറഞ്ഞില്ലേ എനിക്കൊരു കുടുംബമുണ്ട്, ജോലി ചെയ്യണം, ജീവിക്കണം എന്നൊക്കെ. എടാ സ്വന്തം കുടുംബത്തിൽ എന്തായിരുന്നടാ കുറവിറങ്ങി പോകാൻ എന്ന് ബാലൻ ചോദിച്ചപ്പം അവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഇറങ്ങി പോകാതിരിക്കാൻ എന്നിങ്ങനെ ചോദിക്കുമ്പം അറിയില്ലല്ലേ, അവിടെ എന്താ ഉണ്ടായിരുന്നതെന്ന് അറിയില്ലല്ലേ? എടാ അവിടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നത് കൊണ്ടാണ് വളർന്ന അച്ഛനെ എതിർക്കാൻ പറ്റുന്ന ശക്തിയും ഊർജവും ഒക്കെ നിനക്കുണ്ടായത്. മോനെ, ആരും താനേ ജനിച്ച് വളരില്ല. ആരും ജനിച്ചാൽ തന്നെ വളർന്നോളും, ജീവിച്ചോളും. ചിലർക്കൊരു ധാരണയുണ്ട്, അവർ വരച്ച വരയിലൂടെ നടന്നാലേ ലക്ഷ്യം എത്തുകയുള്ളൂ എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം, ഞാൻ വളർന്നു തന്നെ കാണിച്ചു തരാം. അല്ല നിനക്ക് വളരാൻ എളുപ്പമല്ലേ? ഗോമതി സ്റ്റോർ ബാലനായിരുന്നു അച്ഛൻ. ആ മേൽനോട്ടത്തിൽ നീ ഇത്രയും നാൾ എത്തിയില്ലേന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മോ, ഒരു ഗോമതി സ്റ്റോർ, 5 കിലോ ഉരുളക്കിഴങ്ങ്, 10 കിലോ പഞ്ചസാര, 50 കിലോ അരി, കടയും സ്റ്റോറും ഒക്കെ പോയി. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളാണ്. ഗോമതി സ്റ്റോർ എന്നുള്ള വമ്പത്തം പറയുന്നത് കേട്ടാലേ ആൾക്കാർ ചിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ എടാ എന്താടാ നീ പറഞ്ഞത് എന്ന് ചോദിച്ചു. ദേ എന്നോട് ചൂടാകാനൊന്നും നിൽക്കണ്ട. ഞാനങ്ങ് ദേവമംഗലത്ത് കയറി വന്നല്ല അഭിപ്രായം പറയുന്നത്. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരിനിങ്ങനെ പറയുമ്പം നീയേ ഒരുപാട് ന്യായം പറഞ്ഞതുകൊണ്ട് ചോദിക്കാം, ആ സ്വർണം തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അതെൻ്റെ ഭാര്യയുടെ സ്വർണ്ണം, മറ്റുള്ളവരുടെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് ആര്യൻ അന്നേരം പറഞ്ഞു. എന്നാലും പറയാം, ആ പവൻ അത്രയും ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. ഒരു ദേവമംഗലംകാരുടെയും സഹായം എനിക്കതിന് വേണ്ട എന്നും ആ സ്വർണത്തിൻ്റെ കടം വീട്ടുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അത് കഴിഞ്ഞ് വേണം ചിലരുടെ മുന്നിൽ വന്ന് നിന്ന് ചിലതൊക്കെ എനിക്ക് ചോദിക്കാനെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യം പറഞ്ഞു. ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക, എന്നിട്ട് വാ നീ ചോദിക്കാൻ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ ആര്യൻ. അന്നേരം തന്നെ എഴുന്നേറ്റ് അങ്ങ് പോയി. ബാലൻ ഇങ്ങനെ എന്നിട്ട് മോനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കൃഷ്ണമംഗലം കേട്ടോ. കൃഷ്ണമംഗലത്ത് നന്ദിത ഇരുന്ന മകളുടെ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക സന്തോഷത്തോടെ. അങ്ങനെ അവർ കേക്ക് മുറിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്കും ദേ അങ്ങോട്ടേക്ക് രാജശ്രീ ഇറങ്ങി വരുന്നു. അപ്പോൾ ചേച്ചി ഇരുന്ന് ഫോട്ടോ കാണുന്നത് കണ്ടു. എന്താ ചേച്ചി ഇരുന്നൊരു ഫോട്ടോ കാണിച്ചൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എന്താ എന്തെന്ന് ചോദിച്ചു. അല്ല ചേച്ചി മൊബൈലിൽ നോക്കിയിരുന്നത് ഇതെന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നുമില്ല രാജശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിത ഏറ്റു പോകുമ്പോഴത്തേക്കും ചേച്ചി എന്നവിടെ നിന്നേ, ഇത് മിത്രയുടെയും ആര്യൻ്റെയും ഫോട്ടോ അല്ലേ ചോദിക്കുമ്പം അല്ല എന്ന് പറഞ്ഞു. എന്തിനാ ചേച്ചി എന്നോട് കള്ളം പറയുന്നതെന്ന് രാജശ്രീ ചോദിക്കുന്നു. ഞാൻ കണ്ടതല്ലേ ചേച്ചി നോക്കുന്നതും. അപ്പോൾ അതെ രാജശ്രീ നീ പറഞ്ഞത് ശരിയാ, ഇത് മിത്രയുടെയും ആര്യൻ്റെയും ഫോട്ടോ തന്നെയാണെന്നും ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു എന്നും പറഞ്ഞു. ഈ ഫോട്ടോ കണ്ടപ്പോഴേ സന്തോഷവും സങ്കടവും ഒക്കെ വന്നുപോയി രാജശ്രീ എന്ന് പറയുന്നു അമ്മ. അപ്പോൾ ചേച്ചിക്ക് എങ്ങനെയാ ഇത് കണ്ടപ്പോൾ സന്തോഷം വന്നത്? എനിക്ക് കലിയാ വരുന്നതെന്ന് രാജശ്രീ. രാജകുമാരിയെ പോലെ അവളെ ഇവിടെ വളർത്തിക്കൊണ്ട് വന്നതല്ലേ, എന്നിട്ട് ചോറ് എല്ലിൻ്റെ ഇടയിൽ കയറി കല്യാണത്തലേന്ന് കാമുകൻ്റെ ഒപ്പം അവൾ ഇറങ്ങി ഓടിയില്ലേ എന്ന് ചോദിച്ചു. ജന്മം കൊണ്ട് തീരാത്ത ചീത്ത പേര് അവൾ ഈ കുടുംബത്തിന് വാങ്ങി തന്നില്ലേ എന്നും രാജശ്രീ ചോദിക്കുക. അതുപോലെ പോയത് വെറുതെയാണോ? വീട്ടുകാരെ അധ്വാനിച്ചുണ്ടാക്കിയ 101 പവനും കൂടി മോഷ്ടിച്ചുകൊണ്ടല്ലേ അവൾ പോയത്. കള്ളി. എന്നിട്ട് അവൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളായതുകൊണ്ട് കൊള്ളാം, വേറെ ഏതെങ്കിലും തന്തൻ തള്ളിയായിരുന്നെങ്കിലേ കൊന്നു കളഞ്ഞേനെ. നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയുമ്പം ഞാൻ പറയും, ഇനിയും പറയുന്ന എനിക്ക് അപ്പം കുറ്റമല്ലേ എന്ന് രാജശ്രീ ചോദിച്ചപ്പോൾ ഞാൻ അവളുടെ അമ്മയല്ലേ രാജശ്രീ, ചേച്ചി മാത്രമൊന്നുമല്ല, ഞാനും ഒരമ്മ തന്നെയാ, ഒരു മകൻ്റെ അമ്മ.
അവൻ്റെ കല്യാണം മുടങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ആ ദുഃഖം അതെനിക്ക് ജീവിതത്തിൽ മാറുമോയെന്ന് ചോദിച്ചു. എല്ലാം പറയാനുണ്ടോ? നമ്മൾ അന്നൊരു തീരുമാനം ഉണ്ടാക്കിയതാ, ഇനി മിത്രയെക്കുറിച്ച് ഈ വീട്ടിൽ മിണ്ടാൻ പാടില്ല എന്ന്. ആ തീരുമാനം ചേച്ചി മറക്കുകയാണെങ്കിൽ എനിക്കും പലതും മറക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് മറിഞ്ഞു വീണപ്പോൾ അത് കണ്ട് ഓടി വന്ന എൻ്റെ മോളെ അലോക് തല്ലിയത് കൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് ചോദിച്ചു അന്നേരം നന്ദിത. അവള് ചേച്ചിയുടെ മോളെ ഈ വീട്ടിൽ കയറി വന്നത് എന്തിനാ? അവൾക്ക് ഈ വീട്ടിൽ എന്ത് അവകാശം ഉള്ളത്? ഇവിടെ കാല് കുത്തിയാലേ തല്ലുകയല്ല കൊല്ലുകയാ വേണ്ടതെന്ന് പറഞ്ഞു രാജശ്രീ. അപ്പോഴേക്കും രാജശ്രീ, എൻ്റെ മോളുടെ അവസ്ഥയിൽ നെഞ്ചു പൊട്ടിത്തന്നെ ഞാൻ നിൽക്കുന്നേ. അവളെ വല്ലാതെ അങ്ങ് അവഗണിച്ച ഞാൻ പ്രതികരിക്കുമെന്ന് പറയുമ്പം അറിയാം, എനിക്കതെല്ലാം അറിയാം. ചേച്ചിയുടെ കൂറിപ്പോഴും ദേവമംഗലത്താണെന്നും. അതെ, ആ വീടിനോട് എനിക്ക് കൂറുണ്ട് എന്ന് നന്ദിത അന്നേരം പറഞ്ഞു. അതെ, എൻ്റെ മരുമകൻ്റെ വീടാ, രാജശ്രീ കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു നന്ദിത. അപ്പം ചേച്ചി എന്താ പറഞ്ഞേ? ദേവമംഗലം ചേച്ചിയുടെ മരുമകൻ്റെ വീടാണെന്നോ? ആ വീടുമായിട്ട് കൂറാണെന്നോ? അതെ, മിത്ര ആ കുടുംബത്തിലെ അംഗമായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആ വീടുമായി കൂറുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിത പറഞ്ഞു. വേണമെന്ന് വെച്ചാൽ ഞാൻ ആ വീട്ടിൽ പോവുകയും ചെയ്യും. അതിനുള്ള ധൈര്യം ചേച്ചിക്കുണ്ടോ? കൃഷ്ണമംഗലത്തെ ഒരാൾ ദേവമംഗലവുമായി ബന്ധം വെക്കുമോ? അപ്പം നിനക്ക് കാണണോ എന്ന് ചോദിച്ചപ്പോൾ കാണണം എന്ന് പറഞ്ഞ് നന്ദിത അവിടുന്ന് ഇറങ്ങിപ്പോണു. നന്ദിത അവിടുന്ന് നേരെ ദേവമംഗലത്തേക്ക് കയറി ചെല്ലുക കേട്ടോ. അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടെ തല്ലും കൂടി നന്ദിത അവിടെ ദേവമംഗലത്തേക്ക് ചെന്ന് കയറുന്നു. അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മുടെ ഗോമതി അവിടെ അടുക്കളയിൽ എന്തൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ പുള്ളിക്കാരി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ ചേച്ചി പോയത് നോക്കി രാജശ്രീ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക. നമ്മുടെ ഗോമതി ഞെട്ടി നന്ദിതയെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഗോമതിയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദി നിൽക്കുന്നത്. കണ്ട് രാജശ്രീയുടെ രക്തം തിളയ്ക്കാൻ തുടങ്ങി. നമ്മുടെ മക്കൾ എങ്ങനെ ജീവിക്കുന്നു ഗോമതി? അപ്പോൾ ഒരു തെളിവെടുത്ത് വെച്ചേക്കാവെന്ന് പറഞ്ഞുകൊണ്ട് രാജശ്രീ അത് ഫോണിൽ പിടിക്കുക. അങ്ങനെ ചേച്ചിക്കിട്ട് പണിയാൻ അനിയത്തി തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ ഇതെല്ലാം മൊബൈലിൽ പറത്തി രാജശ്രീ നിൽക്കുന്നു. അപ്പോൾ എന്താ ചേച്ചി വന്നതെന്നുള്ള കാര്യം നമ്മുടെ ഗോമതി ചോദിക്കുമ്പോൾ നടന്ന കാര്യം അത് അങ്ങനെ തന്നെ നമ്മുടെ ഗോമതിയോട് പറഞ്ഞു. മുമ്പ് 2 വീട്ടുകാരും തമ്മിലായിരുന്നു വഴക്കം. ഇപ്പോൾ വീടിനുള്ളിലും വഴക്കാ ഗോമതി. എന്തായാലും ഞാൻ തോറ്റു കൊടുക്കാൻ പോണില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അപ്പം നാത്തൂനും കൂടി അങ്ങ് ഒന്നായല്ലേ എന്ന് ചോദിച്ചു രാജശ്രീ വന്നപ്പം. രാജശ്രീ, നന്ദിതേ, നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാകരുത് എന്ന് പറഞ്ഞു ഗോമതി. എന്തായാലും കുടുംബങ്ങൾ തമ്മിൽ വഴക്കാം, അതിനിടയിൽ ഇനി കുടുംബത്തിനകത്ത് സ്നേഹം കളയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഗോമതി വലിയ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങളുടെ മക്കൾ ചേർന്ന് അലോകിനെ തല്ലിച്ചതച്ചു. എന്നിട്ട് അവൻ കേസ് കൊടുത്തപ്പോൾ മിത്രയെ കൊണ്ട് തിരിച്ചൊരു കേസ് കൊടുപ്പിച്ചു. എന്നിട്ടിപ്പോൾ കുടുംബത്തിൽ അടുത്ത ആളെ കൂടി ചാക്കിട്ട് പിടിച്ചേക്കല്ലേ? അപ്പോൾ രാജശ്രീ അനാവശ്യം പറയരുത്. നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു ഗോമതിയെ. ബാലേട്ടനോ എൻ്റെ ചേട്ടന്മാരും തമ്മിലുള്ള വഴക്കേ മുൻപ് നമ്മളെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയും അത് അങ്ങനെ തന്നെ ആവണമെന്ന് ഗോമതി പറഞ്ഞു കൊടുക്കണം. നന്ദിത വീട്ടിലോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഗോമതി എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഗോമതി എന്തിനാ പേടിക്കുന്നതെന്നോ? ഗോമതിക്ക് പേടി കാണും. 101 പവന മരുമോളും മോനും കൂടി ഗോമതിക്ക് സമ്പാദിച്ചു കൊടുത്തത്. അത് തിരിച്ച് ചോദിക്കുമെന്നുള്ളൊരു പേടി കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ രാജശ്രീ, നീ മിണ്ടാതിരിക്കുക, ഞാൻ പറഞ്ഞോളാം. രാജശ്രീ കേട്ടോ, ആ സ്വർണം ഞങ്ങളുടെ മകൾക്ക് അറിഞ്ഞുകൊണ്ട് കൊടുത്തത് തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണെങ്കിലേ സ്വന്തമായിട്ട് സമ്പാദിച്ചതായിരിക്കണമെന്ന് രാജശ്രീ. അതിലെൻ്റെ അച്ചുവേട്ടൻ്റെ വിയർപ്പുണ്ട്. ആ സ്വർണം ആദ്യം ഇങ്ങ് തിരിച്ചതാ, എന്നിട്ട് മതി വല്ല വേദാന്തം പറച്ചിലൊക്കെ എന്നും പറഞ്ഞു രാജശ്രീ. അല്ലെങ്കിലേ ഇത് തിരിച്ചു വാങ്ങിക്കാനും ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു രാജശ്രീ. അപ്പോഴത്തേക്ക് നീ എന്ത് പറയുന്നതെന്ന് നന്ദിത. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പിടിയായപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി വേണ്ട അവിടെ ഏട്ടന്മാരും ആരും അറിയണ്ട ഈ നടന്ന കാര്യങ്ങളെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ദേവമംഗലത്തോട് ഞാൻ കൂറ് കാണിച്ച് നീ കണ്ടല്ലോ, നേരത്തെ പറഞ്ഞത് വീണ്ടും ഞാൻ പറയാം, കൊണ്ടുപോയി കേസ് കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിത അവിടെ നിന്ന് പോയി രാജശ്രീയെ തിളപ്പിച്ചിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയാട്ടോ. മിത്രയെ കൂട്ടുകാരിയായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ആരൻ അവിടെ മിത്രയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ കൂട്ടുകാരിയെ കണ്ടു. അപ്പോൾ സാരി ഉടുത്ത് വരുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സാരി ചേരില്ല, ഞാൻ ചുരിദാറിട്ടേ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടുകാരിയോട് പറഞ്ഞിട്ട് ആര്യനും അതുപോലെ തന്നെ മിത്രയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി. ഈ സമയത്ത് ബാലൻ വീട്ടിലേക്ക് വന്ന് എല്ലാവരെയും വിളിക്കുക. ഓരോരുത്തരെ പേരെടുത്ത് വിളിച്ചു. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഒരു അപേക്ഷ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണെന്ന് ബാലൻ പറഞ്ഞു. അച്ഛനെന്തിനാ ഇങ്ങനെ വളച്ചുകൂറ്റി പറയുന്നത്, എന്താ കാര്യം? അപ്പോൾ നേര് പറയുന്നവർക്കേ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നതെന്ന് ബാലൻ അന്നേരം പറഞ്ഞു. ശരി, ഞാൻ ഇനി നേര് പറയാം. ഈ വീട്ടിലെ ആര്യനുമായി യാതൊരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞു. ആര്യനുമായി സംസാരിക്കുകയോ അവൻ്റെ വീട്ടിൽ പോവുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അല്ല, പെട്ടെന്ന് എന്താ ബാലേട്ടാ ഇങ്ങനെ ഒരു തോന്നല് എന്ന് നമ്മുടെ ഗോമതി ചോദിച്ചു. അവനൊരു പാവല്ലേ, അവൻ നമ്മളെ ഒന്നും ഉപദ്രവിക്കാതെ മാറി ജീവിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ
ബാലനൊന്നും മിണ്ടുന്നില്ലേ? സത്യത്തിൽ ബാലേട്ടൻ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് അവനോടൊന്ന് സംസാരിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ച് സംസാരിക്കാനല്ല, നേരിട്ട് തന്നെ സംസാരിക്കാനാണ് ഞാൻ പോയതെന്നുള്ള കാര്യം ബാലൻ പറഞ്ഞു. പക്ഷേ കിട്ടേണ്ടത് എനിക്ക് വയറ് നിറച്ച് കിട്ടി. അല്ല, എനിക്കത് വേണം. അപ്പം എന്തൊക്കെയാണ് ബാലേട്ട ഈ പറയുന്നത്? ദേ, എന്താ സംഭവിച്ചെന്ന് പറയാൻ പറഞ്ഞപ്പം അവനെന്നെ പരസ്യമായി അവഹേളിച്ചു എന്ന് പറഞ്ഞു ബാലൻ. എന്നും ചോദിച്ചു. ഇങ്ങനെ നിൽക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ ബാലൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.